ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ ഇന്ന് നമ്മളിവിടെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് റെസിപ്പീസ്, ബ്രെഡും മുട്ടയും വെച്ചുള്ള റെസിപ്പിയാണ്. പിന്നെ കുട്ടികൾക്കും ഒരു കോളേജ് കുട്ടികൾക്കൊക്കെ നല്ല യൂസാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം കേട്ടോ. പിന്നെ ഈസി സ്നാക്സ്, ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം ഇട്ടാലും മതി, പച്ചമുളകിന് പിന്നെ വേണമെന്നില്ല. പിന്നെ അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ്, കറിവേപ്പില ഇട്ടാലും മതി. പിന്നെ നമുക്കിഷ്ടമല്ല എന്തെങ്കിലും ക്യാരറ്റ് എല്ലാം തക്കാളിയൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ എന്തെങ്കിലും ഇട്ടാലും മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് ക്യാരറ്റ് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കിനി അത് നന്നായി മിക്സ് ചെയ്ത് ഒരു പാൻ ഓണാക്കി അടുപ്പ് ഓണാക്കി ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രെഡ് മിക്സിയിൽ മുക്കിയിട്ട് ചട്ടിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ബ്രെഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലും അതുപോലെ മിക്സിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. ഇനി അടുത്തത് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇതേ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതേപോലെ മുക്കിയിട്ട് ബ്രെഡ് ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മിക്സിങ് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് ടൈമില്ലാത്തപ്പോഴൊക്കെ ഇതിങ്ങനെ വയറ് നിറയും ചെയ്യും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് തിരിച്ചിട്ട് മിക്സിങ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് മേലെ ഒന്ന് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് കുക്കാവും കേട്ടോ. അത് കുറച്ചൊരു 30 സെക്കൻഡൊക്കെ വെച്ചാൽ തന്നെ മതി. മുട്ടയല്ലേ, പിന്നെ ബ്രെഡും. ഇനി ഞാൻ ഇതുപോലെ ഗ്ലാസ് എന്തെങ്കിലും ഒരു റൗണ്ട് പാത്രമോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ബ്രെഡിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചട്ടിയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പീസ് അതിൻ്റെ മേലെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ മിക്സിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇനി അതിന് മേലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
നല്ലൊരു റെസിപ്പിയാണിത്. പെട്ടെന്ന് വയറ് നിറയും ചെയ്യും. നമുക്ക് ടൈമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിപ്പോൾ നല്ല എരിവുള്ള ഒരു ഇതാട്ടോ. ഇനിയിപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ടൊന്ന് സ്വീറ്റ് ആയിട്ട് മധുരമുള്ളതും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ബ്രെഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഒരു ബ്രെഡിൻ്റെ പീസും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് നെയ്യാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. എണ്ണ ആക്കിയാലും മതി, നെയ്യ് തന്നെ വേണമെന്നില്ല. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് അവിടുന്ന് മാറിയപ്പോൾ തന്നെ കുറച്ച് കുക്കായത് അധികമായിട്ടോ. പെട്ടെന്ന് അത് അവിടെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കണം. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ബർഗറൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് പാൽ മതി. അല്ലെങ്കിൽ മിക്സിങ് ചിലപ്പോൾ കുറച്ച് കൂടിപ്പോകും. ഇത് ഒരു 4 പീസ് ബ്രെഡ് ഉണ്ടാക്കാൻ ഇത്രയും മിക്സിങ് മതി കേട്ടോ. 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ഗ്ലാസ് പാൽ, 2 സ്പൂൺ പഞ്ചസാര ഇട്ട്. ഇനി വേണമെങ്കിൽ ഏലക്ക ഇടാം, ഞാനിട്ടിട്ടില്ല. ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാതെയും ചെയ്യാം. ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ മിക്സിങ്ങും അങ്ങനെ തന്നെ കേട്ടോ. ഒരു 4 പീസ് ബ്രെഡിനുള്ള മിക്സിങ് അത് മതി. ഇനി ഇതുപോലെ നെയ്യിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് മുക്കിയിട്ട് ചട്ടിയിൽ വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല കഴിക്കാൻ പറ്റും കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ എന്താ വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു കേക്ക് കഴിക്കുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. നെയ്യിൻ്റെയും പിന്നെ പഞ്ചസാരൻ്റെ മുട്ടയൊക്കെ മിക്സ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മേലെ കൂടെ തിരിച്ചിട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം, പ്ലേറ്റിൽ എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇനി അടുത്തത് ഒന്നുമില്ല. ഇനി ഞാൻ ബ്രെഡ് അങ്ങനെ പീസാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്ത് ആ ബാക്കിയുള്ള മിക്സിങ് അങ്ങനെ ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് ബാക്കിയാക്കണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇനി അതിന് മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നമുക്കിതുപോലെ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ വീണ്ടും വരാം. എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.